അയ്യോ ഗണേശൻ വരുന്നു, അപ്പോഴത്തേക്ക് അങ്ങ് നട്ടൽ ഇങ്ങനെ അങ്ങ് വളയും. ഇത് കാണുമ്പോൾ അത് ചൂരലോടി അദ്ദേഹം 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 തുപ്പുമ്പോൾ മറ്റേ സ്വർണ്ണത്തലയെ പിടിച്ചു. അയ്യോ ഞങ്ങളുടെ ഗണേശൻ സാറിന്റെ തുപ്പൽ നിലത്ത് വീണൂടാ. എന്തിനാണ് ഇവനൊക്കെ ഇങ്ങനെ നട്ടല് പണയം ഇവന്റെ ഒക്കെ കാലയിലൊക്കെ വീണ് തൊഴുന്നേക്കണം? ഇവൻ ആരാ ഇവൻ? എനിക്ക് അറിയാൻ വേണ്ടിട്ട്. ഇവനൊരു MLA, 25 വർഷമായിട്ട് പത്തനാപുരത്ത് ഒരു MLA. അഞ്ചിൽ നിന്ന് വരുത്തൻ ഇയാള് കൊട്ടാരക്കാരനല്ല, ഇവൻ വാളാത്ത് താമസിക്കുന്ന അവനോട് വീട് മേടിച്ചു വെച്ചപ്പോഴത്തേക്ക് അവൻ അവിടുത്തെ പത്തനാപുരത്തുകാരനായി. എന്നിട്ട് ഈ മനുഷ്യൻ എന്തൊക്കെയാണ് പറയുന്നത്? ശവപ്പെട്ടിക്കാരന്റെ മനസ്സാകും. ഒരു നാട്ടില് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ മരണം സംഭവിക്കുമ്പോൾ പോകുന്ന ഒരാളെ കുറിച്ച് ആക്ഷേപിക്കുന്ന ആക്ഷേപമാണ്. ആ പേപ്പട്ടികളെ പിടിച്ച് വരിയെടുക്കണം, പട്ടികളെ പിടിച്ച് വരിയെടുക്കണം. കോൺഗ്രസ്സുകാരും BJP-കാരും ചെയ്യേണ്ടുന്ന MLA പിടിച്ച് വരിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നാട്ടില് സമരം ചെയ്യണം. 5000 MLA പറഞ്ഞിട്ടുള്ളത്. 5000 മോഹൻലാലിന് പഠിക്കുക. ചേട്ടി, പത്തനാപുരത്ത് നടക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പാവം പിടിച്ച ഗണേഷ് കുമാറിനെ ഇത്തരത്തിൽ കോൺഗ്രസ്സുകാരെ ആക്ഷേപിക്കാൻ എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിലെല്ലാം കോൺഗ്രസ്സുകാരാണെന്ന്. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് കയ്യോടെ പിടിക്കുന്നു. അതിനു പിന്നിലും കോൺഗ്രസ്സുകാരാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നത് അവിടെ ഇപ്പോൾ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് തോറ്റ ജ്യോതികുമാർ ചാമക്കാലയാണ് എന്നുള്ളൊരു പ്രചരണങ്ങൾ അദ്ദേഹം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഈ പുള്ളിയെ കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിച്ചതും ബിന്ദു മേനോനെ കെട്ടിച്ചതും ഒക്കെ കോൺഗ്രസ്സുകാരാണ് എന്നുകൂടി ഗണേശൻ പറഞ്ഞാലെല്ലാം തൃപ്തിയായി. ഇത് പണ്ട് മുതലേ ഉള്ളൊരു സംഭവം. ഗണേശനെതിരെ ആരെങ്കിലും പോസ്റ്റർ ഒട്ടിച്ചാൽ കോൺഗ്രസ്സുകാർ ജയിച്ചതാണ്. ഗണേശനെ കുറിച്ച് ആരെങ്കിലും ഒരു വാർത്ത കൊടുത്താൽ അത് മനോരമയിൽ വാർത്ത കൊടുക്കുന്നത് മറ്റേ കോൺഗ്രസ്സുകാരാണ്. ഗണേശനെതിരെ ആരെങ്കിലും മോശമായ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ കോൺഗ്രസ്സുകാരാണ്. പുള്ളി ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ്. മറ്റേ അല്ലു അർജുൻ്റെ സിനിമയിൽ ഒരു പാട്ടുണ്ടല്ലോ, മിസ്റ്റർ പെർഫെക്റ്റ് പെർഫെക്റ്റ്. അല്ലു അർജുൻ്റെ സിനിമയിലല്ലേ പാട്ട്? അങ്ങനെ ഒരു പാട്ടുണ്ട്. അതുപോലെയാണ് ഗണേശൻ. പക്ഷെ ഇതിനകത്ത് പറയുന്നത് ഗണേഷ് കുമാറിനെ പെണ്ണ് കൂട്ടി കൊടുത്തത് ചാമക്കാലയാണ്. ഈ ബിന്ദു മേനോന്റെ പിന്നിലും കോൺഗ്രസ് ആണെന്നാണ് ഇവർ പറയുന്നത്. ബിന്ദു മേനോന്റെ പിന്നിലും കോൺഗ്രസ് ആണ്. അപ്പം നോക്ക് ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? നമുക്ക് ഈ പുള്ളിക്ക് കേരളത്തിൽ എവിടെയൊക്കെ ഹോൾഡുള്ള ഒരു മനുഷ്യൻ, അതവിടെ ഇന്ത്യ മുഴുവൻ ഹോൾഡുള്ള മനുഷ്യനാണ്. ടാറ്റ ആദ്യമായിട്ട് അവർ ഒരു പഴയ വണ്ടി റീലോഞ്ച് ചെയ്തപ്പോൾ ആദ്യമായിട്ട് കൊടുത്തത് ആർക്കാ? ഗണേഷ് കുമാറിന് കൊടുത്ത്. അത്രയും ഹോൾഡുള്ള മനുഷ്യനാണ്. ടാറ്റ ഇവിടെ കേരളത്തിൽ അത്രയും വ്യവസായികൾ കിടന്നിട്ടും ഇദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു. അതിന്റെ പിന്നിൽ എന്തൊക്കെയോ 200 ബസ് ഒരുമിച്ച് മേടിച്ചപ്പോൾ കൊടുത്താന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഉറപ്പൊന്നും ഇല്ലേ, ആരൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ മനുഷ്യന് ഈ കേരളത്തിൽ എവിടെ റൂം എടുക്കണമെങ്കിലും എടുക്കാം ഇല്ലേ? ഇപ്പൊ നമുക്ക് വാളകത്താണ് ഈ സംഭവം. വാളകത്ത് നിങ്ങൾ സദാനന്ദപുരത്തോട്ട് വന്ന അവിടെ KTDC മോട്ടലിന്റെ റൂമുകളുണ്ട്. അവിടെ നിങ്ങൾ കൊട്ടാരക്കരയിലേക്ക് വന്ന അമ്പലക്കര റെജൻസി ഉണ്ട്. മറ്റേ ആകാശിന് റൂമുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഹോട്ടൽ നരേന്ദ്ര ഉണ്ട്. പിന്നെ ഏതാ, അങ്ങനെ കുറെ ഉണ്ട്, ഒരുപാടുണ്ട് കൊട്ടാരക്കര. പിന്നെ ശില്പ റെജൻസി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഹോട്ടലുകളുള്ള സ്ഥലമാണ് ഈ കൊട്ടാരക്കര. ഈ മുതലാളിമാരുമായിട്ടെല്ലാം തരക്കേടില്ലാത്ത വിഹിതവും അഹിതവുമായ ബന്ധങ്ങളൊക്കെ ഉള്ള ആള് തന്നെയാണ് ഈ ഗണേഷ് കുമാർ. കൊട്ടാരക്കരയിലെ ഒരു പ്രമുഖ ഹോട്ടലിലെ ഒരു സ്യൂട്ട് റൂം ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം മാറ്റിയിട്ടിട്ടുണ്ട് എന്നാണ് കരക്കമ്പി. കരക്കമ്പികളുടെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോകാം. അതുകൊണ്ട് ഇനി പത്തനാപുരത്ത് വേണമെങ്കിൽ MLA ഓഫീസിന്റെ തൊട്ടടുത്താണ് ഹോട്ടൽ ആൻഡ്രിയ, ബാർ അറ്റാച്ച്. അപ്പോൾ അവിടെ വേണമെങ്കിൽ അദ്ദേഹത്തിന് റൂം എടുക്കാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളും ശിങ്കടികളുമായ 100 കണക്കിന് ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴി തിരുമൊഴിയായും അദ്ദേഹത്തിന്റെ നടത്തം തിരുനടത്തമായും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തിരുപ്രസംഗമായും അദ്ദേഹത്തിന്റെ ഉച്ഛിഷ്ടം ഉച്ഛിഷ്ടമായും ഒക്കെ കരുതി ഇട്ടുകൊടുത്താൽ കയ്യിൽ പിടിച്ച് നക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേർ അവിടെയുണ്ട്. അദ്ദേഹം എന്ത് പറയുന്നു അതാണ് സത്യം. അദ്ദേഹം തുപ്പുമ്പോൾ മറ്റേ സ്വർണ്ണത്തലയെ പിടിച്ചു. അയ്യോ ഞങ്ങളുടെ ഗണേശൻ സാറിന്റെ തുപ്പൽ നിലത്ത് വീണൂടാ. എന്തിനാണ് ഇവനൊക്കെ ഇങ്ങനെ നട്ടല് പണയം വെച്ച് ഇവന്റെ ഒക്കെ കാലയിലൊക്കെ വീണ് തൊഴുന്നേക്കണം? ഇവൻ ആരാ ഇവൻ? എനിക്ക് അറിയാൻ വേണ്ടിട്ട്. ഇവനൊരു MLA, 25 വർഷമായിട്ട് പത്തനാപുരത്ത് ഒരു MLA. ഇവനെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്ക് ചില കൊച്ചാട്ടന്മാര്, നല്ല തറവാട്ടിലൊക്കെ പറഞ്ഞ കുറെ കൊച്ചാട്ടന്മാര് അങ്ങോട്ട് ഇളവി അയ്യോ ഗണേശൻ വരുന്നു, അപ്പോഴത്തേക്ക് അങ്ങ് നട്ടൽ ഇങ്ങനെ അങ്ങ് വളയും. ഇത് കാണുമ്പോൾ നല്ല ചൂരലോടി. ഏത് നേതാവിനോടാണ് നീ ഇതൊക്കെ? ഇത് പിണറായി വിജയനോട് ചെയ്താലും നരേന്ദ്രമോദിയോട് ചെയ്താലും തെറ്റാ. ഒരു നേതാവിനെ കാണുമ്പോൾ ഓക്കെ അയാൾ ഒരു നേതാവാണ്, അംഗീകരിക്കണം, കൈ കൊടുക്കണം. ഇവന്റെ കൈ കൊടുക്കാൻ പറ്റുമോ? ഇവൻ വന്ന് ഇങ്ങനെ തോളത്ത് കേട്ടോ എന്താ ഉണ്ടാ, അപ്പോഴത്തേക്ക് കുറെ മൈക്കൊക്കെ പിടിച്ചിരിക്കുന്ന കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പിന്നെ കുറെ ആളുകളുണ്ട്. എല്ലാവർക്കും അറിയാം ഗണേഷ് കുമാറിന് ആനയും കമ്പവും
ഉത്സവവും വെടിക്കെട്ടും ഇഷ്ടമാണെന്നുള്ളത് എല്ലാവർക്കും. പക്ഷെ പട്ടാഴിയില് കമ്പം മുടക്കിയത് ഗണേഷ് കുമാറാണ് എന്നുള്ള രീതിയിൽ അതവിടെ ഒരു പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് അവിടെ ഉള്ള ഒരു ചേച്ചി ഒരു പെട്രോൾ പമ്പിന് അപ്ലൈ ചെയ്തു. അതിനെ അവിടുത്തെ ക്ഷേത്ര സംരക്ഷണ സമിതിയോ RSSോ സംഘപരിവാറോ തടയാൻ പോയെന്ന് അവർക്ക് സംരക്ഷണം കൊടുത്ത് ഗണേഷ് കുമാർ പമ്പ് അനുവദിച്ചതിന് വേണ്ടി പറയുന്നത്. അല്ല, പട്ടാഴി അമ്മയുടെ കമ്പം മുടക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടമായതുകൊണ്ട് പട്ടാഴിയില് അത് കമ്പം മുടക്കത്തില്ലല്ലോ. കമ്പം ഇഷ്ടമായതുകൊണ്ട് കമ്പം പൊട്ടിക്കാൻ പറയത്തില്ലേ ഉള്ളൂ. പുള്ളിക്ക് മറ്റു പല കമ്പങ്ങളുമാണ് ഇഷ്ടം. അപ്പോൾ കമ്പം എന്ന് പറയുമ്പോൾ സാധാരണക്കാരായി നമ്മൾ ഈ പത്തനാപുരത്തെയും കൊട്ടാരക്കരയിലെയും പ്രേക്ഷകരൊന്നും അല്ല നേഷൻ ഫെസ്റ്റിനുള്ള കേരളം മൊത്തമുള്ളത്. കമ്പം എന്ന് വെച്ചാൽ വെടിക്കെട്ട് അല്ലേ, ആകാശ കാഴ്ച. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗണേശന് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ മറ്റേ വെടിക്കെട്ട് ആക്കി കാണുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പണ്ടൊരു ദിവസമേ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കിടക്കുന്ന റോഡ്, അത് റോഡ് പണി നടക്കുക. റോഡ് പണിയുടെ ആവശ്യമായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കലുങ്ങുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ മുകളിൽ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ബാൽക്കണി ഉണ്ട്. ഞാൻ ആ ബാൽക്കണിയിൽ രാവിലെ കുളിച്ചിട്ട് തോർത്തിരിക്കാൻ വേണ്ടി ഇറങ്ങി നോക്കുമ്പോൾ ഉണ്ട് ഈ കലുങ്ങിന് ചുറ്റും ഒരു 10-12 കൊച്ചാട്ടന്മാർ. അപ്പോൾ നാട്ടിലെ അറിയപ്പെടുന്ന കൊച്ചാട്ടന്മാരാണ്, കരയോഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. ഞാൻ എന്താ ചേട്ടാ, നമ്മളൊക്കെ നാട്ടിൽ കൊച്ചാട്ടന്നാണല്ലോ വിളിക്കുക, കൊച്ചാട്ടൻ വെച്ച് എന്താ ചേട്ടാ സാറ് വരുന്നുണ്ട്. ഞാൻ ഏത് സാറ്? ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച സാറുമാരും എല്ലാം വരുന്നു. ഗണേശൻ സാർ ഇപ്പോൾ വരും, കാത്തു നിൽക്കുക മണിക്കൂറുകൾ കൊണ്ട് വെയിലും കൊണ്ട് ഒരു കരിക്കൊക്കെ പിടിച്ചൊരു കുടയൊക്കെ പിടിച്ച് ഗണേശൻ വരുമ്പോഴേ പിടിച്ചു കൊടുക്കാൻ. ആരെയാണ് എടാ ഒരു ജനപ്രതിനിധി? ആരാ? നമ്മുടെ പ്രതിനിധിയാണ്. അല്ലാതെ ഈ മാടമ്പിത്തരം ഒന്നും കാണിച്ച് നടക്കുന്നവനൊന്നും അംഗീകരിക്കേണ്ട കാര്യമൊന്നും ആർക്കില്ല, നമുക്കില്ല. കുറച്ച് ആളുകൾക്ക് മുമ്പ് എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, പത്തനാപുരത്തെ KB ഗണേഷ് കുമാറിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് 1-2 വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ വീഡിയോ ചെയ്യാം, പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളിയുടെ ബൈറ്റിൻ്റെ കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളി സാറേന്ന് വിളിക്കണ്ടേ? സാറേന്നല്ലേ, നമ്മളെല്ലാം സാറേന്നാ വിളിക്കുന്നത്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാ, എനിക്കത് ബുദ്ധിമുട്ടാ, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പത്തനാപുരത്തെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് ഇരിക്കുന്ന ഒരാൾ, അതിൽ കൂടുതലും ഭരണപക്ഷത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു തോതിൽ മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അതിനാണ് അയാളെ പ്രതിനിധിയാക്കി അങ്ങോട്ട് അയച്ചേക്കുന്നത്. പിന്നെ പുള്ളി KSRTCയിലെ മികച്ച മന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, ഇതിനു മുമ്പ് ഗണേഷ് കുമാർ ആദ്യമായി ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഇതിനേക്കാൾ വലിയ പരിഷ്കാരങ്ങൾ KSRTC നടപ്പിലാക്കി. ഡീലക്സ് ബസ്സുകൾ ഇറക്കി, സൂപ്പർ ഡീലക്സ് ബസ്സുകൾ ഇറക്കി, കുട്ടി ഗണേശൻ എന്ന പേരിൽ മിനി ബസ് ഇറക്കി. ഈ ബസ്സൊക്കെ എത്ര കാലം നമ്മുടെ റോഡിൽ ഓടി, അതാരെങ്കിലും ചിന്തിക്കുന്നോ? ഈ KSRTC തകർന്ന് വെണ്ണീരടങ്ങാൻ ഈ മണ്ടൻ തീരുമാനങ്ങൾ കാരണമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ റോഡുകൾക്ക് യാതൊരു വിധമായ രീതിയിലും ഓടിക്കാൻ കഴിയാത്ത ബസ്സുകൾ ഇറക്കിക്കൊണ്ട് ആ ബസ്സുകളുടെ ബോഡിയും ചേസിസും അടക്കം എഞ്ചിനും അടക്കം കംപ്ലൈന്റ് ആകുന്ന സംവിധാനത്തിലേക്ക് പോയി. കോടികളുടെ നഷ്ടമുണ്ടായി. ഈ ബസ്സുകളൊക്കെ വേണ്ടി ഇതെല്ലാം കടമെടുത്തും ലോണെടുത്തും ഇത് മേടിക്കുന്നത്. പുള്ളി വലിയ ഇപ്പൊ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ഇടവഴികളിലൂടെയൊക്കെ ബസ് ഓടിക്കും. എത്ര കാലം നീ ഓടിക്കൂടാ? എത്ര കാലം നീ ഓടിക്കും? നിന്റെ ഇലക്ഷൻ തീരുന്നവരെ നീ ഓടിക്കും. അത് കഴിയുമ്പോൾ ഈ പാവങ്ങളും മണ്ടന്മാരാ, ഈ പാവപ്പെട്ട സഖാക്കന്മാർ, എനിക്കൊക്കെ അറിയാവുന്ന ഒരുപാട് സ്നേഹമുള്ള എൻ്റെ നാട്ടിലെ സഖാക്കന്മാരൊക്കെ പോസ്റ്റ് ഇടുകയാണ്, ഞങ്ങളുടെ ജനകീയ നായകൻ ഞങ്ങളുടെ വീട്ടുകാർക്ക് കൂടെ ബസ് ഓടിച്ചു. ഇത് നിനക്ക് ഇവൻ തോറ്റിട്ട് ഇവനങ്ങ് പോവും, ഇവൻ വല്ല വാടാത്തോട്ടോ തിരുവനന്തപുരത്തോട്ടോ ഒക്കെ പോവും. ഈ പറയപ്പെടുന്ന ബാക്കിയുള്ളവന്മാരല്ലേ ആളുകളുടെ മുന്നിൽ നോക്കണം. ഇനി ഇവൻ ജയിച്ചു പോയെന്നിരിക്കട്ടെ, ഇവന്റെ മറ്റേ 4 പേരുടെ അകമ്പടിയോടുകൂടി ഇല്ലേ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്? ഈ പാവപ്പെട്ടവനല്ലേ ഇത് മറുപടി പറയേണ്ടത്? ഈ തമ്പുരാനുണ്ടാക്കി നോക്ക്, സാധാരണക്കാരായ നാട്ടുകാരെ നോക്കുമ്പോൾ ഇവര് വലിയ രാജാക്കന്മാരായിട്ട് കാണുന്ന നേതാക്കന്മാർ ഇയാൾ വരുമ്പോൾ കുനിഞ്ഞിരിക്കുക. ഒരു ഇങ്ങനെ നിൽക്കുന്ന നട്ടലിന് ഒരു 20 ഡിഗ്രി ചരിവ് ഇങ്ങനെ ഉണ്ടാവും എപ്പോഴും. ഇതാണ് പത്തനാപുരത്തെ അവസ്ഥ. നമ്മളൊക്കെ പല നാടുകളിലൊക്കെ പോകുമ്പോൾ ഓരോ MLA മാര്, എന്നിട്ട് ഈ ഭരണപക്ഷത്തിൽ തന്നെ എത്രയും MLA, ആ കോർ കുഞ്ഞോൻ MLA പാവം പിടിച്ചു 25 വർഷമായില്ലേ, അയാൾ ആളുകളോട് സഹകരിക്കുന്നത് എങ്ങനെയാ? അയാളൊരു ഇന്നോവ കാറിൽ വന്നിറങ്ങുന്നു, ഒറ്റയ്ക്ക് വന്നിറങ്ങുന്നു, അയാൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നു. നമ്മുടെ മാവേലിക്കല്ല അരുൺകുമാർ CPIയുടെ MLA ആണ്, ഇടതുപക്ഷത്തിന്റെ MLA ആണ്. എത്രയോ സാധാരണക്കാരനെ പോലെ നിൽക്കുന്നത്. അവിടെ KN ഉണ്ണികൃഷ്ണൻ MLA CPM-ന്റെ MLA ആണ്, എന്റെ വീടിന്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. പുള്ളിനെ കൂടെ നടന്നൊക്കെ പോകുന്നതാണ്, ദേശാഭിമാനിയൊക്കെ കയ്യെ പിടിച്ചോണ്ട്. വണ്ടിയിലായിട്ടൊന്നും അല്ല കേട്ടോ, സാധാരണക്കാരുടെ ഇടയിലൂടെ ഇറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന MLA-മാരാണ്. അതുപോലെ എത്ര MLA-മാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എന്തിനാ ഇവന്റെ ഈ ജാട? ഇവൻ റോൾസ് റോയ്സിൽ വരുന്നു, ബെൻസ്, അതൊക്കെ അവന്റെ ഇഷ്ടം. ഇതിനകത്തൊക്കെ മന്ത്രിയുടെ ബോർഡും വെച്ചാ വരുന്നത്. അല്ല, ഇതിനകത്ത് അതൊന്നുമല്ല, ധാർമ്മികതയുടെ വിഷയമാണ്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ധാർമ്മികതയായിരുന്നു ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഇതിന് വിഷയം ഒന്നും ധാർമ്മികതയല്ല രാഹുലെ. ഇവൻ ഇതൊക്കെ ചെയ്തോട്ടെ, അവന്റെ ഇഷ്ടം. അവന്റെ ഭക്തന്മാര്, ഗണേശ ഭക്തന്മാര് പൂവിട്ട് പൂജിച്ചോട്ടെ, അവന്റെ തിരുവപ്പി വാങ്ങി നക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്നിട്ട് ഇവൻ നാട്ടുകാരെ കുറ്റം പറയാനും ദ്രോഹിക്കാനും നടക്കുന്ന ഒരു പാവം പിടിച്ച മനുഷ്യൻ, അതായത് ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന മനുഷ്യൻ 10-25 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാള്. അയാളുടെ ജീവിതത്തിൽ യാതൊരു വിധമായ അലിഗേഷൻസ് ഉന്നയിക്കാൻ ഇല്ലാത്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ കഴിഞ്ഞ് അവിടെ പാർട്ടി അവിടെ സ്ഥാനാർത്ഥിയാക്കി, അയാളോട് ഇലക്ഷൻ വന്ന് മത്സരിച്ചു. അതാണ് അയാൾ ചെയ്തിട്ട് അയാളെ എന്തൊക്കെ ആക്ഷേപങ്ങൾ അയാൾ നടത്തിയത്. 5-ൽ നിന്ന് വരുത്തൻ
ഇയാള് കൊട്ടാരക്കാരനല്ല, ഇവൻ വാളാത്ത് താമസിക്കുന്നവൻ, അവനോട് വീട് മേടിച്ചു വെച്ചപ്പോഴത്തേക്ക് അവൻ അവിടുത്തെ പത്തനാപുരത്തുകാരനായി. എന്നിട്ട് ഈ മനുഷ്യൻ എന്തൊക്കെയാണ് പറയുന്നത്? ശവപ്പെട്ടിക്കാരന്റെ മനസ്സാണ്. ഒരു നാട്ടില് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ മരണം സംഭവിക്കാൻ പോകുന്ന ഒരാളെ കുറിച്ച് ആക്ഷേപിക്കുന്ന ആക്ഷേപമാണ്. എന്തൊക്കെ ആക്ഷേപങ്ങളാണോ ഈ പറയപ്പെടുന്ന ഗണേശൻ പറയുന്നത്? അപ്പൊ ഇതിനെ കണ്ടിട്ട് ഇവൻ എന്തെങ്കിലും കൊണ്ട് പറയുമ്പോൾ ഇന്ന് ഇവിടെ പെണ്ണ് പിടിക്കാൻ പോയിട്ട് സ്വന്തം പെണ്ണും പിള്ള വന്ന് കണ്ട് ഫോട്ടോ എടുത്ത് നാട് മുഴുവൻ നാറ് നിൽക്കുമ്പോഴും ആ വളിച്ച മുഖം വെച്ചോണ്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് കമലാ സുരയ്യയുടെ കൂടെയും പുനത്തിൽ അബ്ദുള്ളയുടെയും കൂടി ഇവനെ ഉപമിക്കാൻ, അത് കണ്ട് ചിരിക്കാൻ കുറെ നാറുകൾ. ഗാന്ധിജിയോടൊപ്പം ഗാന്ധിജി അല്ലാതെ ഗാന്ധിജി ഉണ്ടെങ്കിൽ നെഹ്റുവിന് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രണയമായിരുന്നു, അല്ലാതെ ഇതുപോലെ നാട്ടിൽ കണ്ട പെണ്ണുങ്ങളെ മൊത്തം കയറി എന്നെ പോലെ ഗാന്ധിജിയെ ആക്രമിച്ചില്ലേ എന്നാ ചോദിക്കുന്നത്. എന്നെ പോലെ ഗാന്ധിജിയെ ആക്രമിച്ചില്ലേ? പുള്ളി അച്ഛൻ എത്ര ഭേദമായിരുന്നു. ഒന്നുകിൽ 2 പ്രസംഗം നടത്തും, അല്ലെങ്കിൽ ഇച്ചിരി മറ്റേ ഇടമലയാർ കേസിലൊക്കെ ഒന്ന് വിട്ടുപോയി എന്നല്ലാതെ പുള്ളിയെ കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടായിരുന്നു? പലരും പറയുന്നുണ്ട് അങ്ങേര് ഇതിനെക്കാട്ടി അങ്ങേര് ഇതിനെ ഒളിവ് മറവൊക്കെ ഉണ്ടായിരുന്ന കേട്ടിട്ടുള്ളത്. ഇത് ഒളിവുമില്ല മറവില്ല, നാട് മൊത്തം 400 പെണ്ണുങ്ങള്. 1-2 ആരെങ്കിൽ പ്രണയം, അത് പ്രണയമല്ല, വരി അടയ്ക്കണം. സത്യം പത്തനാപുരത്ത് വിളക്കുടി പഞ്ചായത്ത് ഒരു പേപ്പട്ടി അടിച്ച് പാവപ്പെട്ട ഒരു കൊച്ചു മരിച്ചുപോയി. ആ പേപ്പട്ടികളെ പിടിച്ച് വരിയെടുക്കണം, പട്ടികളെ പിടിച്ച് വരി അടക്കണം. കോൺഗ്രസ്സുകാരും BJP-കാരും ചെയ്യേണ്ടുന്ന MLA പിടിച്ച് വരി അടക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നാട്ടില് സമരം ചെയ്യണം. 5000 MLA പറഞ്ഞിട്ടുള്ളത്. എനിക്ക് 5000 പ്രണയം. മോഹൻലാലിന് പഠിക്കുക. അയാൾ മോഹൻലാലിന് എണ്ണം കൂടുന്നതിനനുസരിച്ച് വോട്ട് കൂടുന്നതാണ് അദ്ദേഹം പറയുന്നത്. പത്തനാപുരത്തെ എണ്ണം കൂട്ടുന്നത് ഇത്തരത്തിൽ പത്തനാപുരത്തെ പെണ്ണുങ്ങൾ മൊത്തം ഇയാൾക്ക് ഇത് കണ്ടിട്ട് ഔട്ട് ചെയ്യുന്ന പ്രസ്താവനയാണ്. കുറച്ച് മിനിറ്റ് മുമ്പിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിലാണ് പറയുന്നത്. ഈ പറയപ്പെടുന്ന ബിന്ദു മേനോൻ പറഞ്ഞിട്ടുണ്ട് പരാതിക്കൊന്നും പോകുന്നില്ല, ആ പുള്ളിക്കാരി ഇത് കൊണ്ട് ഒതുക്കാനാണ് തീരുമാനം തോന്നുന്നു. പക്ഷെ തുറന്നു പറയാൻ മനസ്സ് കാണിച്ചല്ലോ, ഇതാണ് സംഭവം എന്ന് തുറന്നു പറയാൻ മനസ്സ് കാണിച്ചല്ലോ. അതിനാ ശ്രീലേഖ IPSനെ തെറി വിളിക്കാൻ പോയിരിക്കുന്നത്. ഈ നമുക്കറിയാം നമ്മുടെ ഈ ബാലകൃഷ്ണപിള്ളയുടെ ആത്മാവും ഉമ്മൻചാണ്ടിയുടെ ആത്മാവും സ്വർഗ്ഗലോകത്തിലാണെന്ന് വെച്ചോ, അതിനുള്ള സാധ്യത കുറവാ, എന്നാ പോലും സ്വർഗ്ഗലോകത്താണെന്ന് വെച്ചോ. ഇപ്പൊ 2 പേരും ഇങ്ങനെ സ്വർഗ്ഗലോകത്ത് ഇരുന്നിട്ട് ഈ വാർത്ത കഴിഞ്ഞ് താഴോട്ട് ഭൂമിയിലോട്ട് നോക്കി കണ്ടോണ്ടിരിക്കുക. ഈ വാർത്തയൊക്കെ കണ്ട് ഇവന്റെ പ്രസ്താവനയൊക്കെ കണ്ടിട്ട് ബാലകൃഷ്ണപിള്ള സാർ ഇങ്ങനെ, പുള്ളിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെ കോളോടെ പിടിച്ച് പുറകോട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കും ഉമ്മൻചാണ്ടി സാറിന്റെ മുഖത്തോട്ട്. ഉമ്മൻചാണ്ടി സാർ നോക്കിയിട്ട് കഷ്ടം തന്നെ മാനുഫാക്ചറിങ് ഡിഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉളുപ്പ് വേണ്ടടാ, ഉളുപ്പ്. നീ നാട്ടുകാരടുത്ത് മുന്നിൽ നടന്ന് എന്നെ സഹായിക്കണം, എനിക്ക് വോട്ട് ചെയ്യണം, ഞാൻ എന്ന് പറഞ്ഞ് നടന്ന് വോട്ട് മേടിച്ച് ജയിച്ച് 25 വർഷക്കാലം കൊണ്ട് ഖജനാവിൽ നിന്ന് ശമ്പളവും പറ്റി ആനുകൂല്യങ്ങളും പറ്റി നീ കിട്ടാവുന്നിടത്തുനിന്നെല്ലാം ഉണ്ടാക്കി ഈ പറയപ്പെടുന്ന വലിയ സംവിധാനമായി മാറിയിട്ട് പെണ്ണ് കേസിൽ പിടിക്കുമ്പോൾ പിന്നെ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ നാണമില്ലേ ഗണേശ? ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ചാരിത്ര പ്രസംഗമാണ് ഈ ഗണേഷ് കുമാറിന്റെ ഏറ്റവും വലിയ വിഷയം. ഇപ്പൊ ഈ വിഷയം ഒന്നുമില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കല്യാണം കഴിക്കാത്ത പിന്നെ അവിവാഹിതനായ ചെറുപ്പക്കാരനായിരുന്നെങ്കിലും ന്യായീകരിക്കാൻ അവനുണ്ടായിരുന്നു.